ഇപ്പത്തെ ഷിമുമോളെ മെഹന്തി നൈറ്റ് ആരംഭിക്കാൻ പോവാണ്. ഷിമുവിൻ്റെ മെഹന്തി ഫംഗ്ഷനാണ്. എല്ലാവരും നല്ലൊരു ഡാർക്ക് തീമിൽ, അപ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ ഡ്രസ് മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് അടുപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും സെറ്റായി മാറ്റി നിൽക്കുകയാണ്. ഇതാ അവളുടെ സാരി, നല്ല അടിപൊളി സാരി ഇതൊക്കെ എടുത്തിട്ട് എൻട്രിക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തർ. അപ്പം നമ്മൾ 2-3 ദിവസത്തെ പരിപാടിയാണ്. ഇന്ന് കയറി ഉടനെ തന്നെ അവളെ മെഹന്തി ഫംഗ്ഷൻ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോരോ ഇതായിട്ട്, അതായത് നിക്കാഹ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു റിസപ്ഷൻ പോലെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാവരും അതിൻ്റെ ഒരു ആരവത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെ കോസ്റ്റ്യൂംസൊക്കെ നല്ല രസമുണ്ടെന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫാമിലി വൈസ് ആയിട്ടാണ് കേട്ടോ നമ്മളെ ഡ്രസ് കോഡിൻ്റെ കളറ് വരുന്നത്. ഓരോരോ ഫാമിലിയിലുള്ള എല്ലാവരും ഒരേ കളറ് പോലെ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മെഹന്തിക്ക്. അങ്ങനത്തെ കുറേ ഫോട്ടോ സെക്ഷൻ ഒടുവിൽ നമ്മളെ ബ്രൈഡിൻ്റെ എൻട്രി ആണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. അങ്ങനെ കസിൻസും അവളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയാണ് കേട്ടോ അവരെ ഇതായിട്ട് കൊണ്ടുവരുന്നത്. നേരെ സ്റ്റേജിലേക്ക് കയറ്റി ഇരുത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഫുൾ പാട്ടും വൈബായിട്ട് നല്ല അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാലമായി നമ്മൾ ഇതിൻ്റെ ഓരോരോ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് കാലമെല്ലാം ഇതിങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കുടിയിരിക്കലിൻ്റെ അന്നത്തേക്ക് നമ്മളുടെ നിക്കാവും കാര്യങ്ങളാക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഓരോരോ പർച്ചേസിങ് ഒരു 3-4 മാസമായി നമ്മളിങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ വ്ളോഗായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോരോ വ്ളോഗ് പാട്ടായിട്ട് നമ്മൾ ഇടും കേട്ടോ. നമുക്കിപ്പോൾ ആ തിരക്ക് അങ്ങോട്ട് കഴിഞ്ഞാലേ നമ്മൾ ഇതായിട്ട് നിൽക്കുള്ളൂ. നമ്മളെ ചേച്ചിമാരൊക്കെ നല്ല അടിപൊളി സാരിയൊക്കെ എടുത്ത് സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒപ്പനൻ്റെ ആൾക്കാരെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അവരും പിന്നെ അവളുടെ ഫ്രണ്ട്സും എല്ലാവരും സെറ്റാക്കിയിട്ട് പിന്നെ അവളുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആമയൊക്കെ ഒരു സ്ഥലത്തിരുന്ന് പരിപാടി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒപ്പനയൊക്കെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ താലി ബേബിനൊക്കെ ഇതാ മിന്നത്തെ എടുത്തുകൊണ്ടുപോയി കളിപ്പിക്കുന്നുണ്ട്. താലി ബേബിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ കൊണ്ടുപോയി, രാവിലെയും അതേമാതിരി രാത്രിയൊക്കെ കൊണ്ടുപോയിട്ട് ആവി പിടിപ്പിക്കുകയാണ്. നമുക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു വൈറൽ പനിൻ്റെ സീസണാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഈ ആവി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സുഖം ഉണ്ടാവും. മാഷാ അല്ലാഹ് ഇസുകുട്ടന് പിന്നെ നല്ല ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം അവിടുന്ന് ഇരുന്ന് ഇങ്ങനെ കുട്ടിയെ കൊണ്ട് ആൻറ്റി ഇതാ എന്നെ ഉന്തി പറഞ്ഞതാ സ്റ്റേജിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. എൻ്റെ മോനും അതേമാതിരി തന്നെ ഉന്തി കയറ്റുന്നുണ്ട്. അവസാനം ഞാൻ ഏതായാലും അവരുടെ കൂടെ കൈകൊട്ടി ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒപ്പന കളിക്കുന്നതിൻ്റെ ഇടയിൽ അവരും കൂടെ കയറിയിരിക്കുകയാണ് കേട്ടോ സംഭവം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കേൾക്കുന്നതിനേക്കാൾ ഇഷ്ടം കൂടുതലായിട്ട് ഇങ്ങനെ ഇത് കാണുമ്പോഴായിരിക്കും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സംസാരിച്ച് വഷളാക്കാത്തത് കേട്ടോ സംഭവം. മാഷാ അല്ലാഹ് പരിപാടിയൊക്കെ ഏകദേശമൊക്കെ ആയി തുടങ്ങിയ ടൈമിൽ ഇതാ നമ്മുടെ മക്കളൊക്കെ പോയിട്ട് നമ്മൾ ഗ്രൂമിൻ്റെ എൻട്രി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സർപ്രൈസായിട്ട്. അപ്പോൾ അവനൊക്കെ വിളിച്ച് കയറ്റിയിട്ട് നല്ല അടിപൊളി. അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നുകൊണ്ടാണ് കേട്ടോ ഗ്രൂം വന്നത്.
മാഷാല്ലാ. അപ്പോൾ എന്താ നമ്മൾ ഇനി അടുത്ത നമ്മളെ നിക്കാഹ് ഡേ ഒക്കെ വരാനിരിക്കുകയാണ്. അപ്പം അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഇൻഷാല്ലാ നമ്മളെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. എല്ലാവരും വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും.